ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മരണത്തിലും ഒരുമിച്ച് അവർ 4 പേർ. നാടിനെ കണ്ണീർ കടലാക്കി പാലക്കാട് പനയംപാടത്ത് ലോറി പാഞ്ഞു കയറി മരിച്ച 4 പെൺകുട്ടികൾ ഇനി ഓർമ്മ. തുപ്പനാട് ജുമാ മസ്ജിദിലാണ് 4 കൂട്ടുകാരികൾക്കും ഖബറൊരുങ്ങിയത്. കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലെ പൊതുദർശന ചടങ്ങിൽ വിതുമ്പലോടെ നാട് മുഴുവൻ വിദ്യാർത്ഥികൾക്കും യാത്രാമൊഴി നൽകി. പെയ്തുതോരാത്ത സങ്കടപ്പെരുമഴയിൽ നാടൊന്നാകെ അവർ 4 പേർക്കും അന്ത്യയാത്രാ മൊഴി ചൊല്ലി. കുഞ്ഞുനാൾ മുതലുള്ള കൂട്ടുകാർ അവസാന യാത്രയിലും ഒന്നിച്ചു. തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരേ നിരയിലൊരുങ്ങിയ ഖബർ നാടിനാകെ വിങ്ങലായി. നിതയും ആയിഷയും ഇർഫാനയും ഹൃദയും പൊന്നോമനകളെ അവസാന നോക്ക് കാണാനെത്തിയവർക്ക് സങ്കടം താങ്ങാനായില്ല. അലമുറയിട്ട് കരഞ്ഞ ഉറ്റവർ, ഇന്നലെ വരെ ചേർന്നു നടന്ന സഹപാഠികൾ, അധ്യാപകർ, അവസാനമായി കാണാനെത്തിയവർ ഉള്ളുലഞ്ഞു മടങ്ങി. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിലേക്ക് നാട് മുഴുവൻ ഒഴുകിയെത്തി. വേർപാട് താങ്ങാനാകാതെ കരയുന്നവർക്ക് മുന്നിൽ അവർ നിസ്സഹായരായി. ഇന്നലെ പരീക്ഷ എഴുതി മടങ്ങിയ കൂട്ടുകാരാണ്. ഇന്നും അതുപോലെ സ്കൂളിൽ എത്തേണ്ടതായിരുന്നു. എന്നാൽ എല്ലാം തെറ്റിച്ച അപകടം ജീവിത സന്തോഷത്തിന്റെ നിറം കെടുത്തി. വിട. കരിമ്പയിൽ നിന്ന് ടീം 24. കൺമുന്നിൽ വെച്ച് ഉറ്റ സുഹൃത്തുക്കളായ 4 പേർ മരിച്ചതിന്റെ ഞെട്ടൽ മാറാതെ അജ്ന ഷെറിൻ. മരിച്ച ഇർഫാനയുടെ ഉമ്മയുടെ മുന്നിൽ വെച്ചാണ് ലോറി മറിഞ്ഞതെന്ന് അജ്ന പ്രൈം ടൈം വിത്ത് സ്കേനിൽ പറഞ്ഞു. അപകടത്തിൽ തലനാരിഴയ്ക്കാണ് അജ്ന ഷെറിൻ രക്ഷപ്പെട്ടത്. പനയംപാടം അങ്ങാടിയിൽ സിമന്റ് ലോറി മറിഞ്ഞപ്പോഴുണ്ടായ പുകപടലമാണ് ആദ്യം അജ്ന കണ്ടത്. അതുവരെ കൈകോർത്ത് ഒപ്പം നടന്ന 4 കൂട്ടുകാരികളെ കാണാനില്ല. ഉറ്റ കൂട്ടുകാരി ഇർഫാനയുടെ ഉമ്മ വാവിട്ടു കരയുന്നു. ഞങ്ങള് എല്ലാവരും പാടെ വരികയായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ലോറി വന്നു, ഇവിടുന്ന് ലോറി വന്നു. ഇർഫാന പറയുന്ന കുട്ടിൻ്റെ ഉമ്മ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് അവള് കുറച്ച് സൈഡിലേക്ക് നിന്നു. അവിടുന്ന് ലോറി വന്നപ്പോൾ ആ ലോറി ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചേരുന്നു. അപ്പോൾ ഇവിടുത്തെ ലോറിൻ്റെ ബാക്കിൽ പോയിട്ട് ഈ ലോറി ഇടിച്ചു. അപ്പോൾ ഈ ലോറി നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ബെന്ന് ഇടിച്ചു പോകുമ്പോൾ അവളുടെ അമ്മ അവിടുന്ന് ഓടി വന്നു. ഇർഫാന വിളിച്ചിട്ട് ഓടി വരികയായിരുന്നു. തനിക്കൊപ്പം ചിരിച്ചു കളിച്ചു നടന്ന ആ 4 പേർ ഇനി ഒപ്പമില്ലെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അജ്നയ്ക്ക്. താൻ എങ്ങനെയോ കുഴിയിലേക്ക് വീണു. രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമുണ്ട് ആ മുഖത്ത്. ഒട്ടും സന്തോഷമില്ല. മരിച്ചതിൽ ഒരാൾ കൂട്ടുകാരി മാത്രമല്ല, കൂടപ്പിറപ്പായ ബന്ധുവാണ്. എനിക്കൊന്നും അതിലൊന്നും ഇതായില്ല. ഞാൻ അവിടെ ഒരു കുഴീൻ്റെ ഉള്ളിൽ വീണ് കിടക്കുകയായിരുന്നു. ഞാൻ അവിടെ ഒരു പൊത്തുമ്പോലൊക്കെ ഉണ്ടാകുന്നതിൽ പിടിച്ചിട്ട് കയറിയിട്ട് വീടിൻ്റെ ഉള്ളിൽ കയറിപ്പോയത്. കയ്യിൽ വാങ്ങിപ്പിടിച്ച നിതയുടെ കുടയും റിതയുടെ എക്സാം ബോർഡും അജ്നയ്ക്ക് കണ്ണീരോർമ്മയാണ്. കാർബോർഡ് റിതാൻ്റെയും കുട നിതാൻ്റെയും.
അവരില്ലാതെ കരിമ്പ സ്കൂളിലേക്കുള്ള അജ്നയുടെ യാത്ര ഇനി പഴയതുപോലെയല്ല. നടന്നതൊന്നും അവൾക്ക് മറക്കാൻ കഴിയില്ല. എങ്കിലും അതിജീവിക്കാൻ കഴിയട്ടെ അജ്നയ്ക്ക്. ന്യൂസ് ഡെസ്ക് 24. 4 കുട്ടികളുടെ ജീവൻ നഷ്ടമായ മണ്ണാർക്കാട് കരിമ്പ പനയംപാടം പതിവ് അപകട മേഖലയാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 35 ജീവനുകളാണ് ഈ നിരത്തിൽ പൊലിഞ്ഞത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തുടർ അപകടങ്ങൾക്ക് കാരണം. ഇനിയൊരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവര് വെറുതെ മാന്തിട്ട് പോകും. ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചെന്നറിയോ? ഇതാദ്യമല്ല. ചെറുതും വലുതുമായ അപകടങ്ങൾ കരിമ്പ പനയമ്പാടം മേഖലയിൽ പതിവ് കാഴ്ചയാണ്. ആംബുലൻസ് ഡ്രൈവർമാർക്ക് പോലും അത്ഭുതമില്ല കരിമ്പയിലെ അപകടക്കണക്ക് കേൾക്കുമ്പോൾ. തുടർക്കഥയാകുന്ന അപകടങ്ങൾക്കെല്ലാം ഒരേയൊരു കാരണം റോഡിന്റെ അശാസ്ത്രീയത. റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. റോഡിന് എന്തോ ഒരു ചെറിയ നിർമ്മാണത്തിൽ എന്തോ ഒരു പാളിച്ചയുണ്ടെന്നാണ് നിങ്ങളും സൂചിപ്പിച്ചത്, കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും അതാണ് സൂചിപ്പിച്ചത്. ഡിസൈനെ സംബന്ധിച്ച് ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെയും കൺസൾട്ടന്റിനെ അയക്കും, എക്സ്പെർട്ടിനെ അവരെ അയക്കും. പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഒരു സജഷൻ തരുമല്ലോ, എന്താണ് ഇതിന്റെ അപകട കാരണം എന്നുള്ള ഇങ്ങനെ സംഭവം റോഡിന്റെ ഡിഫക്റ്റ്. എന്നിട്ട് അത് നമ്മൾ റിയാസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് PWD ഒരു മാറ്റം വരുത്താനുള്ള ഏർപ്പാട് ചെയ്യാം. ഇവിടെ അപകടങ്ങൾ പതിവെന്ന് നാട്ടുകാർ. ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടികൾ ആക്സിഡന്റ് ആവില്ല. ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 2-3 ജീവൻ പോകും. മഴ പെയ്താൽ കഴിഞ്ഞു ഇവിടെ താഴത്ത് ഉറപ്പായിട്ടും ആക്സിഡന്റ് ഉണ്ടാവും. ഇത് ആൾക്കാർ ഓടിക്കൂറുക, എളുപ്പം ആൾക്കാരെ എടുക്കുക. ഇതിനാണ് നമുക്കൊരു ഫയർ പോലീസിനും അടുത്തില്ല. ഇവരൊക്കെ ഇവിടെ എത്തുന്നതിനും നമുക്ക് പോകേണ്ട ജീവൻ പോകും. ഞങ്ങൾക്ക് ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പല പ്രാവശ്യം MLA MP എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ടെങ്കിലും റോഡ് നേരായി പോകുന്നവർ ഓരോ മഴക്കാലത്ത് വന്നിട്ട് ചെറിയ തോതിലൊന്ന് ഗ്രിപ്പ് ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ റോഡ് പൊളിച്ച് പണിതാൽ മാത്രമേ ഇതിന്റെ ഇത് മാറുള്ളൂ. റോഡ് നിർമ്മാണത്തിൽ അന്വേഷണം വേണമെന്ന് VK ശ്രീകണ്ഠൻ MP 24നോട്. സംസ്ഥാന ഗവൺമെന്റും ഈ ആളെ കൊല്ലുന്ന ഈ കോൺട്രാക്ടർമാരുടെ നിലപാടിന് ഒപ്പമാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ഇവരുടെ അവിശുദ്ധ സഖ്യം പുറത്തു വരണമെങ്കിൽ ഈ റോഡിന്റെ നിർമ്മാണം തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം. ഇത് നടപടിയെടുക്കാത്ത, ഈ പരാതികൾ കിട്ടിയിട്ട് അത് പരിഹരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ യഥാർത്ഥത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. പനയമ്പാടത്ത് KSRTCയും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അടുത്തിടെയാണ്. റോഡിന്റെ മിനുസക്കൂടുതലാണ് അപകടങ്ങൾക്ക് കാരണം. 1 വർഷം മുൻപ് JCB ഉപയോഗിച്ച് റോഡിൽ വരഞ്ഞ് മിനുസം കുറച്ചു. എന്നാൽ മഴ പെയ്തതോടെ വീണ്ടും പഴയപടി. റോഡിന്റെ അശാസ്ത്രീയത പരിഹരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 24 പാലക്കാട്. 4 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ പനയമ്പാടം റോഡിന്റെ അശാസ്ത്രീയത ചർച്ച ചെയ്യാൻ കളക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരും. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയത്. റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നേരത്തെ പ്രതികരിച്ചിരുന്നു. അപകടം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. തീർച്ചയായിട്ടും പരിശോധിക്കും. ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി, പൊതുമരാമത്ത്, ഗതാഗതം തുടങ്ങിയിട്ടുള്ള വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. നിഖിൽ, ഇനിയിപ്പോൾ നാട്ടുകാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഇനി അപകടങ്ങൾ ആവർത്തിച്ചുകൂടാ. 35 ജീവൻ പൊലിഞ്ഞ ഒരു സ്ഥലമാണ്. ഇത്രയും ആളുകൾ മരിച്ചിട്ടും അതിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമെന്ന് മാത്രമല്ല, ആളുകൾ രോഷാകുലരാകുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ കളക്ടറേറ്റിലെ ഈ യോഗത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ആ നിലയിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നതാണോ ഇന്നത്തെ യോഗം, അതോ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു യോഗം ചേരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ? അങ്ങനെ കേവലം ഒരു യോഗമാക്കി തീർക്കാൻ ഒരുപക്ഷെ കരിമ്പക്കാർ അനുവദിക്കാൻ സാധ്യത വളരെ കുറവാണ് വിജയകുമാർ. കാരണം ഇന്നലെ ആ തരത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ കണ്ടത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കോ MLAക്കോ ഒന്നും തന്നെ അവരെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അവർ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തി തങ്ങളുടെ രോഷപ്രകടനം അവരവിടെ നടത്തുന്ന സാഹചര്യമുണ്ട്. അവർ പറയുന്നത് കേവലം ഇത് തങ്ങൾക്കൊരു മീഡിയ സ്റ്റണ്ടോ ഒന്നും തന്നെയില്ല, തങ്ങൾക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലെ ആരും ഇനി ഒരു അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോഴെങ്കിലും ഞങ്ങൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതേപടി തന്നെ തുടരുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം കേവലം ഒരു പ്രഹസനമായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഉച്ചയ്ക്ക് രാവിലെ 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗം പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നടക്കാതെ പോവുകയായിരുന്നു. ഇന്നിപ്പോൾ 2:15 യോഗം ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ജില്ലയിലെ 2 മന്ത്രിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. മന്ത്രി എം പി രാജേഷും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും യോഗത്തിലുണ്ടാകും. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ നാട്ടുകാർ, കരിമ്പയിലെയും മറ്റും നാട്ടുകാർ, അതോടൊപ്പം തന്നെ മരണപ്പെട്ട കുട്ടികളുടെ ബന്ധുക്കൾ, ഇവരെയെല്ലാം തന്നെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ സമഗ്രമായി ഈ റോഡിന്റെ അപര്യാപ്തത, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയ ചില ആളുകളുണ്ട്, അവരെ എല്ലാം തന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പ്രധാനമായും ഇവിടുത്തെ പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം ഈ റോഡ് പൊളിച്ചു പണിയണം എന്നുള്ളതാണ്. ഈ റോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ഒരു അപകട സാധ്യത വളരെ കൂടുതലായി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി കേവലം നവീകരണം നടത്തിയതുകൊണ്ട് മാത്രമായില്ല, അല്പം ഈ അപകട മേഖല കൂടുതലുള്ള പ്രദേശം കണ്ടെത്തി അത് പൊളിച്ചു പണിയുകയല്ലാതെ മറ്റു വഴികളില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം തന്നെയാണ് ഈ യോഗത്തിൽ പ്രധാനമായും കരിമ്പ നിവാസികൾ മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുള്ളത്. അത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അവർ വീണ്ടും പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ നാട്ടുകാർ എന്താണോ ഉന്നയിക്കുന്നത്, അവരുടെ പരാതികൾ എന്തോ അത് കൃത്യമായി കേട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന നടപടികൾ, അങ്ങേയറ്റത്തെ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടറും സ്വാഭാവികമായിട്ടും അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിഖിൽ, ഇപ്പോൾ ഗതാഗത മന്ത്രി പറയുന്നത് റോഡ് സേഫ്റ്റി അതിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അവിടെ കയക്കുന്നുണ്ട് ഇത് പഠിക്കാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ടോ, അതോ അതിനുശേഷം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പഠിക്കാൻ, ശാസ്ത്രീയമായി പഠിക്കാൻ വരുന്നതാണോ? യഥാർത്ഥത്തിൽ ഇന്നത്തെ യോഗത്തിൽ ഈ ഗതാഗത വകുപ്പിന്റെ ഈ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ റോഡ് സേഫ്റ്റിയുടെ ഒക്കെ ഉദ്യോഗസ്ഥർ കൂടി വരേണ്ടതാണല്ലോ. ഇതിന്റെ നാട്ടുകാർ ഉന്നയിക്കുന്ന കാരണങ്ങൾ അത് ശാസ്ത്രീയമായി അതിന് പിൻബലമുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. അവർക്കൊക്കെ ക്ഷണമുണ്ട് എന്നുള്ളതാണ് വിജയകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ കേവലം ഒരു പഠനം നടത്താൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഞാൻ ഇന്നലെ അവിടെ റിപ്പോർട്ടിങ്ങിന് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് അധികം ആളുകൾ നമ്മളോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ അപകടം ഉണ്ടായപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും, ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഒക്ടോബറിൽ 5 ജീവനുകൾ നഷ്ടമായ ഒരു അപകടം നടന്നിരുന്നു. അതും ഈ റോഡിന്റെ കണക്റ്റഡ് റോഡിലാണ്. അതായത് ഇത് ഒരേ പാതയാണ്, കോഴിക്കോട്ടേക്കുള്ള പാതയാണ്, അവിടെയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു തുടർക്കഥയാണ്. ഈ ഇവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാരെയൊക്കെ സംബന്ധിച്ച് കരിമ്പയിലാണ് അപകടം എന്ന് അറിഞ്ഞാൽ, അതായത് ഈ ദേശീയപാതയിലാണ് എന്ന് അറിഞ്ഞാൽ മതി, അവർക്കറിയാം എന്താണ് അതിന്റെ കാരണം, അപകടത്തിന്റെ തോത്, വ്യാപ്തി അത് എത്രത്തോളം ഉണ്ടാവുമെന്ന് അവർക്ക് വായിച്ചെടുക്കാൻ കഴിയും. എന്തായാലും അവിടെ ഇപ്പോൾ ഈ ഇന്നലെ അപകടം നടന്ന പനയമ്പാടത്ത് എന്തായാലും ഒരു വിളക്ക് പോലും, അതായത് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ അങ്ങനെ ഒന്നും തന്നെ സ്ഥാപിക്കാതെ പുതുതായി ആ റോഡിലേക്ക് കടന്നു വരുന്ന ഒരാൾക്ക് യാതൊരു സൂചനയും നൽകാത്ത തരത്തിൽ, ആ റോഡിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാത്ത തരത്തിലുള്ള ഒരു റോഡാണത്. അത് തന്നെയാണ് ഇത്ര വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്തിയതും. അതുകൊണ്ട് തന്നെ റോഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ഉണ്ടാകും, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടാകും. എന്തായാലും അതാണ് ആ യോഗം നടക്കട്ടെ. നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് അത്. അതേ ഗൗരവത്തോടെ ഇന്നത്തെ യോഗം ചർച്ച ചെയ്യട്ടെ. ഇനി അവിടെ ചോര വീഴാൻ പാടില്ല എന്ന അവിടുത്തെ നാട്ടുകാരുടെ ഉറച്ച അഭിപ്രായം, അതിന് വലിയ പരിഗണന ഇന്നത്തെ യോഗത്തിലെങ്കിലും കിട്ടുമെന്ന് കരുതാം. 35 ജീവനാണ് കുറഞ്ഞ നാളുകൾക്കുള്ളിൽ ആ ഒരു സ്ഥലത്ത് പൊലിഞ്ഞത്. അത് ഗൗരവമുള്ള പ്രശ്നമെന്നാൽ അതീവ ഗൗരവമുള്ള പ്രശ്നമാണ്. അത് ആ നിലയ്ക്ക് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ലോക്സഭയിലേക്ക് പോവുകയാണ്. അവിടെ ഭരണഘടനാ ചർച്ചയിൽ ഇടപെട്ട് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നു. बुद्धिजीवी चाहे किसी भी जाति के हो, चाहे किसी भी धर्म के हो, चाहे किसी भी भाषा को बोलते हो, सब इस स्वतंत्रता संग्राम में शामिल हुए, सब ने हमारे देश की आज़ादी की लड़ाई लड़ी। और उसी आज़ादी की लड़ाई से एक आवाज़ उभरी जो हमारी देश की आवाज़ थी। वो आवाज़ ही आज हमारा संविधान है। साहस की आवाज़ थी, हमारी आज़ादी की आवाज़ थी, और उसी की गूंज ने हमारे संविधान को लिखा और बनाया। ये सिर्फ एक दस्तावेज नहीं है। बाबा साहेब अम्बेडकर, मौलाना आज़ाद जी, राजगोपालाचारी जी और जवाहरलाल नेहरू जी और उस समय के तमाम नेता, जैसे आपने कहा, इस संविधान को बनाने की जो कार्य में सालों के लिए जुटे रहे। हमारा संविधान इंसाफ, उम्मीद, अभिव्यक्ति और आकांक्षा की वो ज्योत है जो हर हिंदुस्तानी के दिल में जलती है।
अध्यक्ष महोदय, इस ज्योत ने हर एक भारतीय को ये पहचानने की शक्ति दी कि उसे न्याय मिलने का अधिकार है, कि उसमें अपने अधिकारों के लिए आवाज उठाने की क्षमता है, कि जब वो आवाज उठाएगा तो सत्ता को उसके सामने झुकना पड़ेगा। इस संविधान ने हर एक देशवासी को ये अधिकार दिया कि वो सरकार बना भी सकता है और सरकार बदल भी सकता है। ये ज्योत जो हर हिंदुस्तानी के दिल में जलती है, उसने हर हिंदुस्तानी को ये विश्वास दिया कि देश की संपत्ति में, देश की दौलत में, संसाधनों में उसका भी हिस्सा है, कि उसे एक सुरक्षित भविष्य की उम्मीद का अधिकार है, कि देश बनाने में भी उसकी भागीदारी है। उम्मीद और आशा की ये ज्योत मैंने देश के कोने कोने में खुद देखी है। उन्नाव में मैं एक रेप पीड़िता के घर गई, उसे जलाकर मार डाला था। वो शायद 20-21 साल की होगी। हम सबके बच्चे हैं। हम सोच सकते हैं कि अगर हमारी बेटी के साथ बार बार बलात्कार हुआ और फिर जब वो अपनी लड़ाई लड़ने के लिए गई तो उसको जलाकर मार डाला गया होता तो हम पर क्या बीतती। मैं उस बच्ची के पिता से मिली। उसके खेत जलाए गए थे, उसके भाइयों को पीटा गया था, उसके पिता को बाहर से घर के बाहर घसीट कर मारा गया था। उस पिता ने मुझे बताया कि बेटी, मुझे न्याय चाहिए। मेरी बेटी अपने एफआईआर को दर्ज करने के लिए जब जिले में गई, ഭരണഘടനാ ചർച്ച ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. നേരത്തെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആയിരുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കുകയാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ട് വരുന്നു. മലപ്പുറം പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്നാണ്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് കാർ പാഞ്ഞു കയറിയത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകും മലപ്പുറത്ത് നിന്ന്. സമീർ, എത്രത്തോളം ഗുരുതരമാണ് പരിക്ക്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഉച്ചയോട് കൂടിയാണ് വാഹനാപകടം ഉണ്ടാകുന്നത്. പെരിന്തൽമണ്ണയിൽ പൊന്നാനിയിലുള്ള കൺവെൻഷൻ സെന്ററിന് സമീപമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് 5ഓളം വരുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. അതിനിടയിലാണ് അതുവഴി വന്ന നിയന്ത്രണം വിട്ട ടൊയോട്ട ഇത്തിയോസ് കാർ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സംഭവം ഉണ്ടായതെന്നതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികൾ അപകടം ഈ കാർ ഇടിച്ച ഉടനെ തന്നെ വിദ്യാർത്ഥികൾ തെറിച്ചു വീണു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പൊന്നാനി ഹേവി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 3 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ നിലവിൽ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഏതായാലും ഈ പരുക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ മലപ്പുറം പൊന്നാനിയിൽ നിന്നാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് ഈ വാഹനം ഇടിച്ചു കയറിയത്. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. പക്ഷേ ഒരാശ്വാസം, ആരുടെയും പരിക്ക് സാരമുള്ളതല്ല എന്നുള്ളതാണ് പ്രാഥമിക റിപ്പോർട്ട്. അങ്ങനെയാണ് വരുന്നത്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇന്നലെ ഒരു വലിയ ദുരന്തം അതിൻ്റെ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ്, നാട് മുഴുവൻ ആ ഞെട്ടലിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു ഇതുപോലെ വാഹനം പാഞ്ഞു കയറി എന്ന വിവരം കൂടി വരുന്നത്. രാവിലെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞതാണ് ഇത്തരം അപകടങ്ങൾ ദൗർഭാഗ്യകരമാണ്, ഇതിലൊക്കെ വലിയ ഇടപെടൽ ഉണ്ടാകണമെന്ന് കോടതി സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഒരു അപകട വാർത്ത വരുന്നു, അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ വിവരങ്ങളാണ് വരുന്നത്. എന്തായാലും ഈ അപകടം, ഈ പൊന്നാനിയിലെ വാഹന അപകടം, അത് കുട്ടികൾക്കിടയിലേക്ക് കാറ് പാഞ്ഞു കയറിയെങ്കിലും ഗുരുതരമായ പരിക്കുകളില്ല എന്നൊരു ആശ്വാസ വിവരം കൂടി വരുന്നുണ്ട്. സമീർ ബിൻ കരീം അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞത്. നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് സംഘമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും. റഹീസ്, ഈ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തിയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതോ കോടതിയിൽ ഹാജരാക്കുമോ? മറ്റൊന്ന്, ഈ ആരാധകർ ഈ അറസ്റ്റ് വിവരം അറിഞ്ഞ ശേഷം തെരുവിലിറങ്ങുകയോ
അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെന്തെങ്കിലും ഉണ്ടോ? അത്തരം പ്രശ്നങ്ങളുണ്ടോ? വിജയകുമാർ, തീർച്ചയായും അപ്രതീക്ഷിതമായൊരു നീക്കമാണ് ഈ ഹൈദരാബാദ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഇത്തരത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയൊക്കെ ചുമത്തിക്കൊണ്ട് അല്ലു അർജുനെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടതല്ല. അല്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാതെ വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് മടക്കി അയക്കുമെന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിക്കൊണ്ടാണ് ഹൈദരാബാദ് പോലീസിന്റെ ഒരു സ്പെഷ്യൽ സംഘം അവിടേക്ക് എത്തുകയും അവർ അല്ലു അർജുനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ജാമ്യമുള്ള വകുപ്പുകളല്ല അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലു അർജുനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ള കാര്യവും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ അല്ലു അർജുനെ പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇഘട്ടത്തിൽ സന്ധ്യ തിയേറ്ററിൽ 10 ദിവസം മുമ്പ് അല്ലു അർജുൻ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം അവിടെ ഉണ്ടാകുന്നത്. ആരാധകർ അല്ലു അർജുനെ കണ്ടതോടുകൂടി സ്വാഭാവികമായും പാഞ്ഞെടുത്തു. അത് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ ഉൾക്കൊള്ളാവുന്ന ആളുകളല്ല അവിടെ ഉണ്ടായിരുന്നത്. അല്ലു അർജുൻ അവിടെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അല്ലു അർജുൻ്റെ ഫാൻസ് ഈ വിവരം അറിയുന്നു. ശേഷം ഇവരൊക്കെ കൂടി ഏതാണ്ട് തിയേറ്ററിൻ്റെ ഗേറ്റ് പൊളിക്കുന്ന രീതിയിലാണ് അകത്തേക്ക് കടന്നു വന്നത്. ഇതിനിടയിൽ സിനിമ കാണാനെത്തിയ ഈ 35-കാരിയും ഉണ്ടായിരുന്നു. മകൻ്റെ നിർബന്ധപ്രകാരമാണ് ഇവർ സിനിമ കാണാനെത്തിയത്. ശേഷം ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഇവർ മരിക്കുന്നത്. ഒപ്പം തന്നെ മകനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അദ്ദേഹം 2 ദിവസം മുൻപാണ് ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ അല്ലു അർജുനെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118, 1 വകുപ്പുകളാണ്. 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അതായത് നേരിട്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. ജാമ്യമില്ലാ വകുപ്പുകളാണ് അല്ലു അർജുനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായൊരു ചോദ്യം ചെയ്യലുണ്ടാകും. അതിന് എത്ര മണിക്കൂർ നീളും എന്നുള്ള കാര്യം ആണ് അറിയേണ്ടത്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചേക്കാം എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. കാര്യം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഒപ്പം തന്നെ അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ അല്ലു അർജുൻ ഉയർത്തുന്ന പ്രധാന വാദം താൻ ഈ സംഭവമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു തിക്കിലും തിരക്കിലും പെട്ടുണ്ടാകുന്ന ഒരു മരണത്തിന് തന്നെ പ്രതി ചേർത്തുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നാണ് അല്ലു അർജുന്റെ വാദം. ഒപ്പം തന്നെ അദ്ദേഹം ഈ കേസിലെ FIR തന്നെ റദ്ദാക്കണമെന്നാണ് കർണാടക ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോടതിയിൽ അടിയന്തരമായി വിഷയം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അന്ന് ഈ കേസ് പരിഗണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. നിലവിൽ എന്തായാലും ഹൈക്കോടതിയിൽ ഈ കേസ് ഉണ്ടായതിനാൽ ഒരുപക്ഷെ അല്ലു അർജുന് മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചേക്കും. ഈ സംഭവത്തിന് ശേഷം അല്ലു അർജുൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് താൻ പോലീസിനെ അറിയിച്ചതിനു ശേഷമാണ് തിയേറ്ററിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. സന്ധ്യ തിയേറ്ററിലേക്കാണ് അല്ലു അർജുൻ എത്തിയത്. അവിടെ തിയേറ്റർ ഉടമകൾ ഇത് പോലീസിനെ അറിയിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നു. കാര്യം ഈ തിയേറ്റർ ഉടമകൾ വഴി ഇത് ഫാൻസ് അസോസിയേഷനിലേക്ക് എത്തുകയും അവരുടെ ഈ പേജുകളിലൊക്കെ, അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ സന്ദേശം പ്രചരിക്കുകയും ഒരുപാട് ആരാധകർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അതാണ് പ്രധാനമായും ഈ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമായി മാറിയത്. അതുകൊണ്ട് തന്നെ താൻ തന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ശരി റഹീസ്, എന്തായാലും അല്ലു അർജുനെ കോടതിയിൽ ഹാജരാക്കും. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളല്ല. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ ജാമ്യാപേക്ഷ നൽകണം. അങ്ങനെ ചട്ടപ്രകാരം മാത്രമേ ജാമ്യം നൽകൂ എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യലാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യസഭയിൽ ഏറ്റുമുട്ടൽ, ലോക്സഭയിൽ ഭരണഘടനാ ചർച്ച. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് ലോക്സഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് തുടക്കമിട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഭരണഘടനയെ അട്ടിമറിക്കാൻ കോൺഗ്രസ് സർക്കാരുകൾ പലവട്ടം ശ്രമിച്ചെന്നും ഭരണഘടനയ്ക്ക് രാഷ്ട്രീയ നിറം നൽകാൻ നീക്കം നടത്തുന്നുവെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി. അടിയന്തരാവസ്ഥ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിയാണ് മന്ത്രി 2 ദിവസത്തെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. मैं आज यह स्पष्ट करना चाहता हूं अध्यक्ष महोदय कि हमारा संविधान किसी एक पार्टी की देन नहीं है. भारत का संविधान भारत के लोगों के द्वारा भारत के विचारों के साथ भारत के मूल्यों के अनुरूप बनाया गया एक अनपैरेलल्ड ट्रांसफॉर्मेटिव यह डॉक्यूमेंट है. ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗമാണിത്. ഉന്നാവോ, സംഭൽ വിഷയങ്ങൾ പരാമർശിച്ചായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗം തുടങ്ങിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, 2 ദിവസത്തെ ചർച്ചയാണ്. പ്രതിപക്ഷ നിരയിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ സംസാരിക്കും. നാളെ പ്രധാനമന്ത്രി മറുപടി പറയുകയും ചെയ്യും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ?
വിജയകുമാർ, ഭരണഘടനയിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. അദ്ദേഹം കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു ഭരണഘടന മുൻനിർത്തിക്കൊണ്ട്. നേരത്തെയുള്ള തീരുമാനമനുസരിച്ച് തന്നെ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ആയുധമാക്കിയാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസ് സമീപകാലത്തായി നടത്തുന്ന പ്രചരണം, ഭരണഘടനയുടെ പകർപ്പുകൾ ഉപയോഗിച്ച് നടത്തുന്ന പ്രസംഗങ്ങൾ അടക്കമുള്ളവ അദ്ദേഹം പരിഹസിക്കാനും മറന്നില്ല. ഭരണഘടന പോക്കറ്റിൽ കൊണ്ടു നടക്കാനാണ് പ്രതിപക്ഷ പാർട്ടി ശ്രമിക്കുന്നത് എങ്കിൽ അത് ഭരണഘടന തിരുനെറ്റിയിൽ കൊണ്ടു നടക്കുകയാണ് BJP എന്നും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം തന്നെ ഭരണഘടന പാലിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. തുടർന്ന് സംസാരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധി ആകട്ടെ കൃത്യമായി തന്നെ BJPയെ ആക്രമിക്കാൻ ഈ ഭരണഘടന മുൻനിർത്തിയുള്ള പ്രസംഗത്തിൽ പ്രിയങ്ക ഗാന്ധി ശ്രമിച്ചു. തൻ്റെ പ്രസംഗത്തിൽ തുടക്കത്തിൽ തന്നെ പ്രിയങ്ക 3 ഇരകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഉന്നാവോയിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കളുമായി താൻ സംസാരിച്ചിരുന്നു. ഒപ്പം തന്നെ ആഗ്രയിൽ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട അരുൺ വാൽമീകി, ദളിത് യുവാവ് അരുൺ വാൽമീകിയുടെ കാര്യം പരാമർശിച്ചു. കൂടാതെ സമ്പൽ ഇരകളെക്കുറിച്ചും പരാമർശിച്ച പ്രിയങ്ക ഗാന്ധി രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സംരക്ഷണ കവചമൊരുക്കുന്നത് ഭരണഘടനയാണ്. എന്നാൽ ഈ ഭരണഘടനയെ തകർക്കാനാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിക്കുന്ന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചാൽ ഭരണഘടന മാറ്റാനായിരുന്നു BJPയുടെ പദ്ധതി എന്നും, എന്നാൽ രാജ്യത്തെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവരെ തോറ്റു വിജയിപ്പിച്ചത് എന്നുമാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. BJPക്കെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കുന്നത്. ഇന്നും നാളെയുമായിരിക്കും ഭരണഘടനാ ചർച്ച നടക്കുക. നാളെ രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിക്കും ഭരണഘടന സംബന്ധിച്ച് എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഈ ചർച്ചകൾക്ക് മറുപടി പ്രസംഗം നടത്തും. രാജ്യസഭയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുക. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയാണ്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. വിചാരണ വേഗത്തിലാക്കണമെന്ന പ്രതിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്ന് വന്ദനയുടെ പിതാവ് മോഹൻദാസ് 24നോട് പറഞ്ഞു. ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിന്റെ ജാമ്യാപേക്ഷയിൽ സുപ്രധാന ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ചെയ്ത കുറ്റത്തിന്റെ വ്യാപ്തി അറിയാമോ എന്ന പ്രതിയോട് ചോദിച്ചു. സംസ്ഥാന സർക്കാർ നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ തെറ്റെന്നായിരുന്നു പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചത്. കുറ്റകൃത്യത്തിന്റെ സ്വഭാവം കണക്കിലെടുത്ത് ജാമ്യം നൽകാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സാക്ഷിവിസ്താരം പൂർത്തിയാക്കിയ ശേഷം ഹൈക്കോടതിയിൽ പുതിയ ജാമ്യാപേക്ഷ നൽകാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. വിചാരണ വേഗത്തിലാക്കാൻ നിർദ്ദേശിക്കണമെന്ന സന്ദീപിന്റെ അഭിഭാഷകന്റെ ആവശ്യവും ജസ്റ്റിസ് അഭയ് എസ് ഓഘ അധ്യക്ഷനായ ബെഞ്ച് തള്ളി. സുപ്രീം കോടതി വിധി ആശ്വാസകരമെന്നും വിചാരണ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും വന്ദനയുടെ പിതാവ് മോഹൻദാസ് 24നോട്. കൃത്യമായിട്ടുള്ള സമയമെടുത്ത് അന്വേഷിച്ച് അതിൻ്റെ വിശദമായ റിപ്പോർട്ടാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ പ്രതിയുടെ അപ്പീലും ജാമ്യാപേക്ഷയും എല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളത്. ഈ കേസ് സുഗമമായി നടന്ന് മുൻപോട്ട് പോകുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനും ഇതൊരു ആശ്വാസകരമായിട്ട് ഞങ്ങൾ വിലയിരുത്താം. കഴിഞ്ഞ സെപ്റ്റംബർ മാസം ആദ്യം പ്രതി സമർപ്പിച്ച വിടുതൽ ഹർജിയും സുപ്രീം കോടതി തള്ളിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസിനെ വൈദ്യപരിശോധനയ്ക്കായി എത്തിയ പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. 24 ഡൽഹി. മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിക്ക് ജാമ്യം. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ജില്ലാ ഭാരവാഹിയായിരുന്ന MK നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസുമാരായ V രാജ വിജയരാഘവൻ, PV ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. കേസിൽ വിചാരണക്കാലത്തും ശിക്ഷാവിധിക്ക് ശേഷവും 9 വർഷത്തിലധികം കാലമായി ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണെന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഉത്തരവ്. കൈവെട്ട് കേസിലെ പ്രധാന പ്രതിയായ MK നാസറിന് ജാമ്യം നൽകുന്നതിനെ NIA എതിർത്തു. എന്നാൽ NIAയുടെ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. NIA ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ സമീപഭാവിയിൽ പരിഗണിക്കാൻ സാധ്യതയില്ലെന്നും കോടതി നിരീക്ഷിച്ചു.
1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യം, രാജ്യം വിട്ടുപോകരുത്, അന്വേഷണത്തെ സ്വാധീനിക്കരുത് തുടങ്ങിയ വ്യവസ്ഥകളിലാണ് ജാമ്യം നൽകിയത്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 3ാം പ്രതിയാണ് MK നാസർ. അധ്യാപകന്റെ കൈവെട്ടാനുള്ള ഗൂഢാലോചനയുടെ പ്രധാന സൂത്രധാരൻ നാസറാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. 2010 ജൂലൈയിലാണ് പ്രൊഫസർ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. 24 കൊച്ചി. ചലച്ചിത്ര സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തിന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ചെങ്ങന്നൂർ KM ചെറിയാൻ മെമ്മോറിയൽ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 5:30യോടെയായിരുന്നു മരണം. മൃതദേഹം ജന്മനാടായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ കോടതിയിൽ നിർണായക സാക്ഷിമൊഴി നൽകിയത് ബാലചന്ദ്രകുമാർ ആയിരുന്നു. പൾസർ സുനിയും ദിലീപും തമ്മിൽ അടുത്ത ബന്ധമെന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചു എന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ അവകാശവാദം. കേസിന്റെ അന്തിമവാദം നടക്കാനിരിക്കെയാണ് ബാലചന്ദ്രകുമാറിന്റെ വിടവാങ്ങൽ. സമസ്തയിലെ തർക്കം പരിഹാരമാകാതെ പോകുന്നതിൽ നേതൃത്വത്തിന് ആശങ്ക. പരിഹാര ചർച്ചകൾ പോലും നടക്കാത്തതാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. നടപടിയെടുക്കുന്നതിൽ സമസ്തയിൽ വിവേചനമുണ്ടെന്ന് തുറന്നടിക്കുകയാണ് മുഷാവറ അംഗം ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. 24 എക്സ്ക്ലൂസീവ്. മുസ്ലിം ലീഗിനെ ചൊല്ലി ഉടലെടുത്ത സമസ്തയിലെ തർക്കം പരിഹരിക്കാൻ ചേർന്ന മുഷാവറ യോഗം തന്നെ പുതിയ കലഹത്തിൽ കലാശിച്ചതാണ് നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നത്. ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് പരസ്യ പ്രതികരണത്തിലൂടെ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഒരു വിഭാഗത്തിന് ലക്ഷ്യം. അതിപ്പോൾ ഈ ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ താല്പര്യത്തിനും അതിൽ സ്വാധീനം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം, മറ്റെങ്ങനെ ആവാൻ സാധ്യതയില്ലല്ലോ. എന്നോട് വിശദീകരണം ചോദിച്ചത് 48 മണിക്കൂറിൻ്റെ ഉള്ളിലാണ്. എന്നാൽ മുഷാവറ യോഗത്തിലെ വിവരങ്ങൾ ബഹാവുദ്ദീൻ നദ്വി മാധ്യമങ്ങളോട് പറഞ്ഞത് ചട്ടലംഘനമാണെന്ന് ലീഗ് വിരുദ്ധ വിഭാഗവും പറയുന്നു. നദ്വിക്കെതിരെ നടപടി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. പല ഘട്ടങ്ങളിലും ഉമർ ഫൈസിക്ക് പിന്തുണയുമായി വന്ന നേതാക്കൾ പുതിയ വിവാദത്തിൽ പരസ്യ പിന്തുണയുമായി എത്താത്തതും ശ്രദ്ധേയമാണ്. അതിനിടെ പ്രശ്നപരിഹാരത്തിന് മുസ്ലിം ലീഗും ശ്രമം നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ലീഗ് നീക്കം. 24 തിരൂർ. റഷ്യൻ കൂലിപ്പട്ടാളത്തിന്റെ പിടിയിലകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. 24 വാർത്തയെ തുടർന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ നടത്തിയ ഇടപെടലാണ് ഫലം കാണുന്നത്. റഷ്യൻ എംബസി ജെയിനിന്റെയും ബിനിലിന്റെയും വിവരങ്ങൾ തേടി. കൂലിപ്പട്ടാളത്തിൽ തൃശൂർ സ്വദേശികൾ അകപ്പെട്ടത് സംബന്ധിച്ച് 24 നൽകിയ വാർത്തയിലാണ് നിർണായക ഇടപെടൽ. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഇരുവരുടെയും മോചനം ആവശ്യപ്പെട്ട് റഷ്യൻ അംബാസഡർക്ക് കത്ത് നൽകിയിരുന്നു. തുടർന്ന് ഇരുവരുടെയും പാസ്പോർട്ട് വിശദാംശങ്ങളും രേഖകളും നൽകാൻ റഷ്യൻ എംബസി നിർദ്ദേശിച്ചു. റഷ്യൻ സർക്കാരിന്റെ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബഹുമതി ഏറ്റുവാങ്ങിയ ചടങ്ങിലാണ് കാത്തോലിക്ക ബാവ റഷ്യൻ അംബാസഡറോട് സഹായം അഭ്യർത്ഥിച്ചത്. വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുവരെയും കണ്ടെത്തി നാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള നീക്കത്തിലാണ് എംബസി എന്നാണ് സൂചന. നിലവിൽ റഷ്യൻ യുദ്ധമുഖത്തെ ഫ്രണ്ട്ലൈൻ ഫൈറ്റേഴ്സായാണ് ഇരുവരെയും വിന്യസിച്ചിരിക്കുന്നത്. 24 തൃശൂർ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴ കനത്തതോടെ പമ്പയിൽ ജലനിരപ്പ് ഉയർന്നു. കക്കയാട്ടിലും ഒഴുക്ക് ശക്തമായി. കനത്ത മഴയെ തുടർന്ന് കൊല്ലം പാലരുവി വെള്ളച്ചാട്ടം താൽക്കാലികമായി അടച്ചു. കേരള തീരത്ത് മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരും. തമിഴ്നാട്ടിലെ വിവിധ ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. 16 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 15 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെങ്കാശി, തിരുനെൽവേലി ജില്ലകളിലാണ് അതിശക്തമായ മഴ തുടരുന്നത്. ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 2 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നോക്കാം കായിക വാർത്തകൾ. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഡി ഗുഹേഷിന്റെ കിരീടധാരണം ഇന്നാണ്. ഉച്ചതിരിഞ്ഞ് 3:30 മുതലാണ് ചാമ്പ്യൻ പട്ടം നൽകുന്ന ചടങ്ങ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, വലിയ അഭിനന്ദന പ്രവാഹം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഗുഹേഷിന് കിട്ടുന്നുണ്ട്. ഈ ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, 3:30 മുതലാണ് ഈ ചടങ്ങിന് തുടക്കമാകുന്നത്. സിംഗപ്പൂരിലെ റിസോർട്സ് വേൾഡ് സെന്റോസ ഹോട്ടലിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. ഇതേ വേദിയിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. ആവേശകരമായ 14 റൗണ്ട് പോരാട്ടത്തിനൊടുവിലാണ് നിലവിലെ ലോക ചാമ്പ്യൻ ഡിങ് ലിറിനെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന താരം ഡി ഗുകേഷ് പുതിയ ലോക ചാമ്പ്യനായത്. ഇന്നലത്തെ മത്സരം ഒരു സമനിലയിലേക്കൊക്കെ പോകുമെന്ന് കരുതിയെടുത്തു നിന്നാണ് വളരെ അപ്രതീക്ഷിതമായി ഒരു ചാമ്പ്യനായി മാറുന്നത്. വെറും 18 വയസ്സുള്ള ഒരു താരം
ലോകത്തെ ആകെ ഞെട്ടിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളടങ്ങുന്ന 142 കോടി ജനത. ഒപ്പം തന്നെ ലോകത്തെമ്പാടുമുള്ള ചെസ് ആരാധകരും അല്ലെങ്കിൽ മറ്റ് മുൻകാരങ്ങളൊക്കെ തന്നെ ഗുകേഷിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിയുകയാണ്. ഇപ്പോൾ ആ ഒരു വലിയ കിരീട നേട്ടത്തിൻ്റെ ആഘോഷ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്ന് പുതിയ ലോക ചാമ്പ്യനുള്ള ട്രോഫി ഇല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ പട്ടം അതൊക്കെ തന്നെ ഇന്ന് നൽകുന്ന ചടങ്ങാണ് 3:30 തുടക്കമാകുന്നത്. ലളിതമായ ചടങ്ങ് തന്നെയാണ് ഉണ്ടാകുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഇന്ത്യയിലേക്ക് മറ്റൊരു ലോക ചെസ് ചാമ്പ്യൻ ഉണ്ടാകുന്നു. 2013 അവസാനമായി വിശ്വനാഥൻ ആനന്ദിലൂടെ ഇന്ത്യയിലേക്ക് ആ ചെസ് ലോക ചാമ്പ്യൻ പട്ടം വന്നത്. അതിനുശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ലോക ചെസ് ചാമ്പ്യൻ പട്ടം ഇന്ത്യയിലേക്ക് വരുന്നു. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോക ചെസ് ചാമ്പ്യനായി ആദ്യമായി വിശ്വനാഥൻ ആനന്ദ് ആയതിൻ്റെ 25ാം വർഷമാണ് എത്തി നിൽക്കുന്നത്. ആ വർഷത്തിലാണ് ഗുകേഷിൻ്റെ ആദ്യ കിരീട നേട്ടം എന്നുള്ള സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം. എന്തായാലും ലോക ചെസ്സിൽ ഇന്ത്യയുടെ നാളുകളാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ് ഗുകേഷ് നൽകുന്നത്. സമീപകാലത്ത് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ജേതാക്കളായിരുന്നു, ഡി ഗുകേഷിൻ്റെ ഒക്കെ തന്നെ മികവിൽ. അപ്പോൾ അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു ചാമ്പ്യൻ പട്ടം. ഇനി 2026 അടുത്ത ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടക്കുക. അതിൽ നിലവിലെ ലോക ചാമ്പ്യൻ എന്ന തരത്തിൽ ഒരു വശത്ത് ഡി ഗുകേഷാണ് ഉണ്ടാവുക. മറ്റാരെ എന്നുള്ളത് അടുത്ത കാൻഡിഡേറ്റ്സ് ചെസ്സൊക്കെ തന്നെ വരേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ പ്രജ്ഞാനന്ദ അടക്കമുള്ള വലിയ താരങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങളുണ്ട്. അവർക്കും മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഒരു ഇന്ത്യ വേഴ്സസ് ഇന്ത്യ മത്സരം തന്നെ ആവട്ടെ അടുത്ത എഡിഷനിൽ എന്നും നമ്മൾ പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. എന്തായാലും വലിയ ആ ഗുകേഷിൻ്റെ നേട്ടം, ഗുകേഷിൻ്റെ കയ്യിൽ ആ ട്രോഫി എത്തുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ്. 3:30 ഈ ചടങ്ങിന് തുടക്കമാവുക. വിജയകുമാർ. യെസ്, ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ ആ ചാമ്പ്യൻ പട്ടം നൽകുന്ന ആ ചടങ്ങ് കാണാൻ കഴിയും. അതിൻ്റെ വിവരങ്ങളാണ് അനിൽ നൽകിയത്. അപ്പോൾ കിരീടധാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ആ നിമിഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് നിർത്തിയിട്ട വാഹനം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് ഒരു അപകടമുണ്ടായി. ബേക്കറിയിലേക്ക് എത്തിയ ആളുടെ ഒപ്പം വന്ന കുട്ടികൾ അവരറിയാതെ കാർ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. എതിർഭാഗത്തുള്ള കടയുടെ മതിലിൽ കാർ ഇടിച്ചു നിന്നു. അതിനാൽ വലിയ അപകടം ഒഴിവായി എന്ന് പറയും. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. എതിർഭാഗത്ത് ആ സമയത്ത് വലിയ വാഹനങ്ങൾ വരാതിരുന്നത് കൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി എന്ന് എല്ലാവരും തലയിൽ കൈവച്ചാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. കോഴിക്കോട് ചേളന്നൂരിൽ വാഹനാപകടത്തിൽ നിന്ന് 3 വയസ്സുകാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പിതാവിനൊപ്പം ഉണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് റോഡിലേക്ക് ഓടുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ 24 ലഭിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കോൺഗ്രസിലെ അതൃപ്തി തുറന്നു പറഞ്ഞ് രമേശ് ചെന്നിത്തല പാർട്ടിയിൽ കൂടിയാലോചന വേണമെന്നും പ്രവർത്തകർക്ക് വിഷമമാകുന്നതിനാലാണ് പലതും തുറന്നു പറയാത്തതെന്നും രമേശ് ചെന്നിത്തല 24നോട് പറഞ്ഞു. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് വേണോ വേണ്ടേ, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹം KPCC പ്രസിഡന്റാണ്, തുടരുകയാണ്. അപ്പം അദ്ദേഹത്തെ മാറ്റേണ്ട ഒരു സാഹചര്യം ഞാൻ ഇപ്പോൾ കാണുന്നില്ല. എന്താണ് അങ്ങനൊരു ചർച്ചയും നടന്നിട്ടില്ല. സംഘടനാ തലത്തിൽ ഒരു മാറ്റത്തിനൊരു ചർച്ച ഔദ്യോഗികമായി ഒരു ഘട്ടത്തിലും നടന്നിട്ടില്ല. ഇനി മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകൾ വരുന്നതിൻ്റെ എനിക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ കാര്യം എന്താണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യോജിച്ച് പ്രവർത്തിച്ചാൽ ഇപ്പോഴത്തെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ശക്തമാണ്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ചില നേതാക്കൾക്ക് KC വേണുഗോപാൽ, അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇവരുടെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ട്. അവരത് തുറന്നു പറയാൻ പാർട്ടി വേദികളില്ലാത്തത് കൊണ്ട് അതിന് തയ്യാറാകാതെ മാറി നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയാൻ ഉള്ള നിരവധി കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിലെ ഇപ്പോഴത്തെ നേതൃത്വത്തോടുള്ള KPCC അധ്യക്ഷൻ ഒഴികെയുള്ളവരോടുള്ള വിയോജിപ്പാണ് രമേശ് ചെന്നിത്തല പരസ്യമായി പറയുന്നത്, അല്ലേ? വിജയകുമാർ, ഇതിൽ ഇപ്പോൾ നമ്മൾ ബൈറ്റിൽ കേൾപ്പിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൽ കൂടിയാലോചന വേണം, ഇതൊരു ജനാധിപത്യ പാർട്ടിയാണെന്ന് ഓർമ്മ വേണം എന്നുള്ളത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് 24നോട് സംസാരിച്ച സമയത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ലക്ഷ്യം വെക്കുന്നത് VD സതീശനെയാണ് എന്നുള്ളത് കൃത്യമാണ്.
കാരണം അദ്ദേഹം കെ സുധാകരനെ തള്ളി പറയുന്നില്ല. കാരണം കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം നിലവിലെ നേതൃത്വത്തിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനൊപ്പം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു. പക്ഷേ എന്നാൽ അദ്ദേഹം അതേ സമയത്ത് തന്നെ പറയുകയാണ് കോൺഗ്രസിൽ കൂടിയാലോചന നടക്കേണ്ടതുണ്ട്, നടന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലതും തുറന്നു പറയാനുണ്ട്. പറയാൻ അറിയാത്തത് കൊണ്ടോ പറയാൻ കഴിയാത്തത് കൊണ്ടോ അല്ല, പ്രവർത്തകർക്ക് അത് മനോവിഷമം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസിനകത്തെ നേതൃത്വത്തിൽ നിലവിലുള്ള പലർക്കെതിരെയും ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ഏതായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി VD സതീശനെതിരെ വളരെ കൃത്യമായി കോൺഗ്രസിനകത്ത് ഒരു കലാപം, ഒരു സ്വകാര്യ കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണം കൂടി കണ്ടത്. അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിന് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കലാപത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. വിജയകുമാർ. ദീപക്, ഇത് കോൺഗ്രസിനകത്തൊരു ഒറ്റപ്പെട്ട ശബ്ദമല്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നേരത്തെ ഏറെക്കുറെ രമേശ് ചെന്നിത്തല അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. കാരണം മഹാരാഷ്ട്രയിൽ ചുമതലയുണ്ടായിരുന്നവരെ പോലും കേരളത്തിലേക്ക് തിരിച്ചയച്ചു. അവർക്കെല്ലാം പാലക്കാടും വയനാട്ടിലും ചേലക്കരയും ഒക്കെ ചുമതല കൊടുത്തു. ചാണ്ടി ഉമ്മന് ചുമതല കിട്ടാതെ പോയത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല എന്ന് വച്ചാൽ ചാണ്ടി ഉമ്മൻ പറയുന്നതിനോട് അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു അന്ന് അദ്ദേഹം രമേശ് ചെന്നിത്തല ചെയ്തത്. തന്നെയുമല്ല, രമേശ് ചെന്നിത്തല ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തുന്ന ചില ഇടപെടൽ, ഇപ്പോൾ വൈദ്യുത ചാർജ് വർധനവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, അതിനുശേഷം മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കാർബറണ്ടത്തിന് അത് കൊടുക്കുന്നതിനോടുള്ള വിയോജിപ്പ്, അങ്ങനെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പണ്ടിരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ ഈ സർക്കാരിനെതിരായ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇപ്പോഴും താൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ കൂടി അദ്ദേഹം ഈ ദിവസങ്ങളിലെ വാർത്താ സമ്മേളനങ്ങളിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിനകത്ത് നടക്കുന്ന നീക്കങ്ങളുടെ കൂടി ഭാഗമാണെന്ന് ഈ പ്രതികരണം വ്യക്തമാക്കുന്നുണ്ട്, അല്ലേ ദീപക്? വിജയകുമാർ, അത് തന്നെയാണ്. കാരണം ഇതിൽ കോൺഗ്രസിനകത്ത് വലിയ ഒരു ശീതസമരമായിരുന്നു. പക്ഷേ ആ ശീതസമരം ഇപ്പോൾ യഥാർത്ഥ യുദ്ധമായി മാറിക്കഴിഞ്ഞു, ആഭ്യന്തര യുദ്ധമായി മാറിക്കഴിഞ്ഞു. അതിൻ്റെ പ്രതികരണം തന്നെയാണ് അദ്ദേഹം 24 സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുന്നത്. കാരണം ചാണ്ടി ഉമ്മനെ, നേരത്തെ വിജയകുമാർ പറഞ്ഞ പോലെ ചാണ്ടി ഉമ്മനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ്. അതായത് പാലക്കാട്ടെ കാര്യങ്ങൾ നേരിട്ട് നിയന്ത്രിച്ചത് VD സതീശനായിരുന്നു, നമുക്കറിയാവുന്നതാണ്, ഷാഫി പറമ്പിലായിരുന്നു. അപ്പോൾ അവർക്കെതിരെ ചാണ്ടി ഉമ്മന് കൃത്യമായി ചുമതല നൽകിയില്ല എന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞപ്പോൾ മഹാരാഷ്ട്രയുടെ ചുമതലക്കാരനായ രമേശ് ചെന്നിത്തല അവിടെയുള്ളവരെ പോലും പാലക്കാട്ടേക്ക് തിരിച്ചയച്ച് ചുമതല കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി നേതൃത്വത്തിനെതിരായ കലാപത്തിന്റെ സൂചന തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ചു നാളുകളായി വളരെ സൈലന്റ് ആയിരുന്നു. പാർട്ടിക്കകത്ത് ചില പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതല്ലാതെ. പക്ഷേ എന്നാൽ ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ രീതിയിൽ തന്നെ സർക്കാരിനെതിരായ കടന്നാക്രമണങ്ങൾ, അതും രേഖകൾ നിരത്തിക്കൊണ്ട്, ഒരുപക്ഷെ നേരത്തെ നമുക്ക് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പിണറായി സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ അദ്ദേഹം നിരത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്നെല്ലാം നിശബ്ദനാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു, അതിന് തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ വേളയിൽ രമേശ് ചെന്നിത്തല കൂടുതൽ സജീവമാകുന്നു, കെ സുധാകരനെ കൂടെ നിർത്തുന്നു. ഇതിന് വലിയ രാഷ്ട്രീയമാനമുണ്ട്. കാരണം ഒരു പക്ഷത്ത് ചാണ്ടിയുമ്മൻ ഉൾപ്പെടെ ഇവരുടെ ഒപ്പം നിൽക്കുമ്പോൾ VD സതീശനൊപ്പം കൂടുതൽ ആൾക്കാരില്ല എന്ന് സ്ഥാപിക്കാനുള്ള അണിയറ നീക്കം നടക്കുകയാണ്. ആ നീക്കത്തിന്റെ കൂടി തുടർച്ചയാണ് ഈ പ്രതികരണം എന്ന് 24 അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ആ പ്രതികരണങ്ങൾ. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. ഈ നേതൃമാറ്റ ചർച്ചകളുടെ കേന്ദ്രം മറ്റാരോ ആണെന്ന് നേരത്തെ കെ മുരളീധരനും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം ചർച്ചകൾ അനാവശ്യ ചർച്ചകളാണ്, അതിന് പിന്നെ ആരൊക്കെ ഉണ്ട് എന്നതൊക്കെ രമേശ് ചെന്നിത്തല കൂടി പറയുന്നുണ്ട്. അത് കോൺഗ്രസിനകത്തെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയൊക്കെ ഭാഗമാണ് എന്നുറപ്പാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് വരാനിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളാണ് ആ വിഷയത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിയിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 കണക്റ്റും കണ്ണൂർ നിർമ്മലഗിരി കോളേജും സംയുക്തമായി വനിതാ സ്വയം പ്രതിരോധ പരിശീലനവും ലഹരി വിരുദ്ധ ക്ലാസും സംഘടിപ്പിച്ചു. പരിപാടിയിൽ PN മനോജ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഭയത്തെയും ലഹരിയെയും ചെറുത്തു തോൽപ്പിക്കുന്ന പുതുതലമുറയെ വളർത്തിയെടുക്കുകയാണ് 24. സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന കാലത്ത് സ്വയം പ്രതിരോധ പരിശീലനത്തിലൂടെ വിദ്യാർത്ഥിനികൾക്ക് മാനസിക ധൈര്യം നൽകുകയെന്നതാണ് പ്രധാന ലക്ഷ്യം. കണ്ണൂർ നിർമ്മലഗിരി കോളേജിലാണ് 24 കണക്ട് വനിതാ സ്വയം പ്രതിരോധ പരിശീലനവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ 24 ചീഫ് റിപ്പോർട്ടർ സജോ ദേവസ്യ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും ബീവറേജിന്റെ മുന്നിലെ ക്യൂവോ ബാറിന്റെ മുൻപിലോ തിരക്കോ മാത്രമാണ് നമ്മുടെ സമൂഹത്തിലെ ലഹരി ഉപയോഗത്തിന്റെ അടിസ്ഥാനം തെറ്റിദ്ധരിക്കുകയേ ചെയ്യരുത്. അങ്ങനെയല്ല, അതിനും അപ്പുറത്തേക്ക് അതീവ ഗൗരവമുള്ള പ്രശ്നമാണ്. സാമ്പത്തികമായും സാമൂഹികമായും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനെ ആയിരിക്കും അതിൽ ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഉറപ്പാണ്.
മയക്കുമരുന്നുകൾ മനുഷ്യ മനസ്സിനെ തകർക്കുന്ന അപകടകാരിയെന്ന് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം. ഡി അഡിക്ഷൻ സെന്ററിലോ ജയിലറുകളിലോ എത്തപ്പെടേണ്ടവരെല്ലാം നമ്മളാരും ഈ നാടിനെ നാളെ നയിക്കേണ്ടവരാണ് നമ്മൾ എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിന്റെ അഗാധമായ ആഴങ്ങളിൽ ആഴ്ന്നിറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കണം. വനിതാ സ്വയം പ്രതിരോധ പരിശീലനത്തിന് 24 റിപ്പോർട്ടർ അരുൺ പാറയ്ക്കൽ തുടക്കം കുറിച്ചു. കരാട്ടെ പരിശീലകൻ കോശി PN മനോജ് വിദ്യാർത്ഥിനികളെ സ്വയം പ്രതിരോധ മാർഗങ്ങൾ പരിശീലിപ്പിച്ചു. ഇത്തരം പരിശീലന ക്ലാസുകൾ ഓരോ പെൺകുട്ടിക്കും അത്യാവശ്യമെന്ന് വിദ്യാർത്ഥിനികൾ. ഇപ്പോൾ ഒരു അറ്റാക്ക് വന്നാൽ എങ്ങനെ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യാമെന്ന് പഠിക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻ്റ് ആവും. ഞാനിത് പഠിച്ചു, ഇനി എനിക്കൊരു കാര്യം വന്നു കഴിയുമ്പോൾ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വരും. പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ പഠിക്കുക. അപ്പം നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവണം. അപ്പം ഫിസിക്കലി നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഏബിൾ ആകും. ഒരു സെമിനാറിൻ്റെ അപ്പുറം ഒരു പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടാനെന്ന് കാണിച്ചു തന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. 24 കണക്റ്റിന് നന്ദിയെന്ന് വിമൻ സെൽ കൺവീനർ ഡോക്ടർ സിസ്റ്റർ സാജ്മോൾ ജോസഫ്. ഇന്നത്തെ ലോകത്തിൽ ജീവിക്കാൻ തന്നെ വളരെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്തരമുള്ള ടെക്നിക്കുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്വയം അവരെ തന്നെ ഒന്ന് ആത്മവിശ്വാസത്തോടെ അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രതിരോധിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം. കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 24 കണ്ണൂർ. ഇനിയും ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.